യുവമോർച്ച മഹിളാ സമാജത്തിൻ്റെ ഈ ഒരു സമരം എത്രത്തോളം വിജയിച്ചു എന്നുള്ളത് നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ട് ഈ ഒരു സമരം ഇങ്ങനൊരു വിജയമില്ലാതെ പോയി എന്നുള്ള ഒരു പ്രധാന കാരണം, നിങ്ങൾക്ക് സമരത്തിനിറങ്ങാം ഈ കേരളത്തിലല്ല, ഈ ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാവർക്കും സമരം ചെയ്യാനും പ്രകടനം ചെയ്യാനും അതേപോലെ തന്നെ നമ്മളുടേതായിട്ടുള്ള ആശയങ്ങളും നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയാനുള്ള അധികാരമുണ്ട്. പക്ഷേ നിങ്ങൾ UDFിൻ്റെ ഈ പ്രകടന പത്രികയിൽ പറഞ്ഞ 15-ാം തീയതി മുതൽ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിയാണ്, ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ UDF സർക്കാർ ഇപ്പോഴും ഇന്ന് ഈ ദിവസം വരെയും അധികാരത്തിൽ വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമരത്തിനെതിരായിട്ട് നിങ്ങൾ നടത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് UDFിനെതിരായിട്ട് പോയൊരു സമരമായിട്ട് ഇപ്പോൾ ജനങ്ങൾ കാണുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UDF പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഈ ഒരു സമരം ഇപ്പോൾ ചെന്ന് നിൽക്കുമ്പോൾ മുഖ്യമന്ത്രിയായ പിണറായി വിജയന് നേരെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ ന്യൂസുകൾ ഉൾപ്പെടെ പറയുന്ന കാര്യമാണ്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ട് ഇത് നിങ്ങളുടെ സമരം തോറ്റു? നിങ്ങൾ ഈ സമരത്തിന് ഇറങ്ങുന്നത് 15-ാം തീയതിയാണ്. അവർ പറഞ്ഞ ഡേറ്റിൻ്റെ കണക്കല്ല ഞാൻ പറഞ്ഞത്. ഈ 15-ാം തീയതി ഫറത്തിൽ നടന്ന മറ്റൊരു കാര്യങ്ങളുണ്ട്. പെട്രോളിനും ഡീസലിനും വീണ്ടും വിലക്കയറ്റം വന്നിരിക്കുന്നു. അതായത് എല്ലാത്തിനും 3 രൂപ വെച്ച് കൂടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സമരം പൊട്ടിപ്പാളീസായി പോയിരിക്കുന്നു. പൊട്ടിപ്പാളീസായി പോകാൻ കാരണം എന്ന് ഞാൻ പറയുന്നത് 2 കാരണങ്ങൾ. ഒന്ന്, നിങ്ങൾ ആ ബസ്സിൽ സമരത്തിന് ചെന്നപ്പോൾ നിങ്ങൾ ടിക്കറ്റ് എടുത്തില്ല. പക്ഷേ അവിടെ നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടി. പക്ഷേ ആ ടിക്കറ്റിൻ്റെ പൈസ ആരടയ്ക്കും? ആ കണ്ടക്ടർ, വനിതാ കണ്ടക്ടർ. ഏത് കണ്ടക്ടറാണ്? അതും വനിതാ കണ്ടക്ടർ. ആ വനിതാ കണ്ടക്ടർ നിങ്ങൾക്ക് തന്ന ടിക്കറ്റിൻ്റെ പൈസ അവിടെ അടച്ചില്ലെങ്കിൽ അത് അവരെ ജോലിയെ ബാധിക്കും എന്ന് അവർ പറയുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് അവരാണ് ഇപ്പോൾ കിടിലം ഹീറോ ആയിട്ട് നിൽക്കുന്നത്. നിങ്ങളുടെ സമരം പൊട്ടിപ്പാളീസായി പോയി. ഇതിപ്പോൾ നിങ്ങൾ BJPക്കാരെയോ അല്ലെങ്കിൽ BJPയിലെ മകളെയോ എതിർത്ത് പറയുന്ന കാര്യങ്ങളെന്നല്ല. നമുക്കെല്ലാവർക്കും സമരം ചെയ്യാനും പ്രകടനങ്ങൾ വിളിക്കും എല്ലാം ഒരു സമയമുണ്ട്. എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറയും പോലെ എല്ലാത്തിനും സമയമുണ്ട്. ഇത്രയും ക്ഷമിച്ച നിങ്ങൾക്ക് ഈ UDF സർക്കാർ അധികാരത്തിൽ കയറിയ ശേഷം ഈ ഒരു കാര്യം ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് സമരത്തിനിരുന്നെങ്കിൽ 100% നിങ്ങളുടെ ഈ സമരം അടിപൊളിയായിട്ട് വിജയിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ മുമ്പേ പറഞ്ഞു പെട്രോളിൻ്റെ വില വർധനവ്. അപ്പം പെട്രോളിൻ്റെ വില വർധനവിന് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ 2014 മോദി യുടെ ആദ്യത്തെ ഇലക്ഷനിൽ ഒരു പ്രകടന പത്രിക 340 ചെറുതും വലുതുമായ പ്രകടന പത്രികകൾ ഇറക്കുന്നത്. അതിൽ പ്രധാനമായി ജനങ്ങൾ ഉറ്റുനോക്കിയ 2-3 കാര്യങ്ങളുണ്ട് ആ പ്രകടന പത്രികയിൽ. 1 എന്ന് പറഞ്ഞാൽ ഗ്യാസിൻ്റെ വില കുറയ്ക്കും, 2 എന്ന് പറഞ്ഞാൽ പെട്രോളിൻ്റെ വില കുറയ്ക്കും, 3 എന്ന് പറഞ്ഞാൽ 15 ലക്ഷം രൂപ വരെ ഒരാളുടെ അക്കൗണ്ടിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ. ഈ 15 ലക്ഷത്തിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ നിങ്ങളുടെ നേതാക്കൾ തന്നെ പറഞ്ഞു അത് ജയിക്കാൻ വേണ്ടി പ്രകടന പത്രികയിൽ വെറുതെ കൊടുത്ത ഒരു കാര്യമാണെന്ന് പലയിടത്തും വിമർശനങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ബാക്കി പറയുകയാണെങ്കിൽ മോദി ഇപ്പോൾ 3ാം തവണയാണ് ഇപ്പം ഭരണത്തിൽ വരുന്നത്. ഏകദേശം ഇപ്പോൾ 12 വർഷത്തോളമായി. ഈ 12 വർഷം കൊണ്ട് പെട്രോളിന് വില കൂടിയെന്ന് നിങ്ങൾ നോക്കണം. നിങ്ങൾ ഈ സമരത്തിൻ്റെ അന്ന് തന്നെയാണ് ഈ പെട്രോളിന് വില വീണ്ടും കൂടുന്നത്. അപ്പം ഈ ഗ്യാസ് നിങ്ങൾ ഈ വീട്ടമ്മമാരായ അതായത് വനിതകളായ നിങ്ങൾ തന്നെയല്ലേ കൈകാര്യം ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ നോക്കിയും കണ്ടൊക്കെ ചെയ്തില്ലെങ്കിൽ ഇതേപോലെ തിരിച്ചടികൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടും. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് തോന്നും ഞാൻ ഒരു രാഷ്ട്രീയക്കാരനാണ് അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഒരാളാണ്. എൻ്റെ പുറകിലോ മുന്നിലോ സൈഡിലോ തലേര മണ്ടിലോ ഒരു പാർട്ടിയുമില്ല. എനിക്കൊരു പാർട്ടിയായിട്ട് ഒരു ബന്ധവുമില്ല. കാരണം ഞാൻ ഇടുന്ന വീഡിയോകൾക്കെല്ലാം ഞാൻ ഇന്ന പാർട്ടി മറ്റേ പാർട്ടി എന്ന് പറഞ്ഞിട്ട് പൂരത്തെറിയും കാര്യങ്ങളെല്ലാം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ അടുത്തൊന്നും എനിക്ക് പ്രത്യേകിച്ചൊന്നും കാര്യം പറയില്ല. ഞാൻ ഇവിടെ പറയുന്നത് ജെനുവനായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള നേരെയുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ഇവിടെ ടിക്കറ്റിന് വേണ്ടി സമരം നടത്തിയതുപോലെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഞാൻ സാധാരണ ഒരു ജനമാണ്. എൻ്റെ അടുത്ത് പോലുള്ള ജനങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ് 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടുമെന്ന്. ഞാനൊരു കുടുംബനാഥനാണ്. ആ കുടുംബനാഥൻ്റെ അടുത്ത് പറഞ്ഞാണ് 340 രൂപയ്ക്ക് ഗ്യാസ് തരുമെന്ന്. ഞാൻ ഒരു സാധാരണ ഒരു ബാങ്കിൽ അക്കൗണ്ടുള്ള ഒരു അക്കൗണ്ട് ഹോൾഡർ ആയിട്ടുള്ള മനുഷ്യനാണ്. എൻ്റെ അടുത്ത് പറഞ്ഞതാണ് 15 ലക്ഷം രൂപ വരെ നിങ്ങൾ അക്കൗണ്ടിൽ നിക്ഷേപിക്കുമെന്ന്. അപ്പം ഇത് ഞാൻ ഒരു പാർട്ടി ലേബലിൽ പറയുന്നതല്ല, സാധാരണ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ പറയാണ്. ഇതിപ്പോൾ നിങ്ങൾ ഇലക്ഷൻ വരുന്ന സമയത്ത് ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ മറു ന്യായീകരണങ്ങൾ പറയും. എന്നാൽ ഇപ്പോൾ ഞാൻ ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇലക്ഷനില്ല ഇല്ല ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഈ കാരണങ്ങളെല്ലാം നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ എത്രത്തോളം വിമർശിക്കുമെന്നും എൻ്റെ ഈ കമൻറ്റ് ബോക്സിൽ എന്തൊക്കെ തെറികൾ വിളിക്കുമെന്നെല്ലാം എനിക്ക് നല്ല ധാരണ ഉണ്ടായിട്ട് തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. അതുപോലെ ഇപ്പോഴൊരു കാര്യം പറയാണ്, ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഒരു പാർട്ടിയുടെയും ലേബലിലല്ല, ഒരു പാർട്ടിക്കും വേണ്ടിയല്ല. ഇത് ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു സാധാരണ ഒരു കൂലിപ്പണിക്കാരനായ ഒരു ജനത്തിൽപ്പെട്ട ഒരാളായതുകൊണ്ട് മാത്രമാണ്. ഓക്കെ, അപ്പം ഇതിൽ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളിലോട് നിങ്ങൾ എത്രത്തോളം യോജിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. യോജിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ഓടിച്ച് ഈ ഫേസ്ബുക്കിലുള്ളവരൊന്ന് ഫോളോ ചെയ്ത് യൂട്യൂബിലുള്ളവരെ ഒന്ന് സപ്പോർട്ടും ചെയ്ത് സബ്സ്ക്രൈബ് അല്ലാത്തവർക്ക് എന്ത് വേണോ പറയാം. കാരണം പക്ഷേ നിങ്ങളൊരു കമൻറ്റ് ഇടുമ്പോൾ അത് നേരെയുള്ള കമൻറ്റുകളായിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് നാറുന്നത്, ഞാനല്ല. കാരണം ഇത് എത്ര പേര് വീഡിയോ കാണുന്നതോ അത്രയും പേര് ഈ കമൻറ്റും വായിക്കും. മോശപ്പെട്ട കമൻറ്റാണെങ്കിൽ നിങ്ങൾ എത്രത്തോളം ചിത്രീകരിക്കുകയും ചെയ്യും.